ഹലോ ഫ്രണ്ട്സ്, ഫിഷിംഗ് എന്ന് പറയുന്ന സൈബർ ക്രൈം എന്താണെന്ന് നോക്കാം. ഒരു വ്യക്തിയുടെ പ്രധാനപ്പെട്ട ഇൻഫോർമേഷൻ, അതായത് ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ്, സോഷ്യൽ മീഡിയയുടെ യൂസർ നെയിം, പാസ്വേഡ്, പിന്നെ OTP, ഇമെയിൽ അഡ്രസ്സ്, ഇമെയിൽ പാസ്വേഡ്, ആധാർ നമ്പർ, ഇങ്ങനത്തെയൊക്കെ പ്രധാനപ്പെട്ട വൈറ്റൽ ഇൻഫർമേഷൻസ് അയാളെ കബളിപ്പിച്ചുകൊണ്ട് ഓൺലൈനായിട്ട് തട്ടിയെടുക്കുന്ന കുറ്റകൃത്യമാണ് ഫിഷിംഗ്. ഫിഷിംഗ് ചെയ്യുന്നവരെ ഫിഷേഴ്സ് എന്ന് വിളിക്കും. അപ്പോൾ ഇതിന് ഫിഷിംഗിന് ഉദാഹരണം പറയുകയാണെങ്കിൽ, കബളിപ്പിച്ചുകൊണ്ട്, പറ്റിച്ചുകൊണ്ട്, കള്ളത്തരത്തിൽ ബാങ്കിൽ നിന്നാണ് വിളിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളുടെ അക്കൗണ്ട് അപ്ഡേറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ബാങ്കിൽ നിന്നാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഫോണിൽ വരുന്ന OTP സെൻഡ് ചെയ്ത് തരുന്നതെന്നൊക്കെ ചോദിക്കും. അപ്പോൾ അങ്ങനെ OTP സെൻഡ് ചെയ്ത് കൊടുത്താൽ ഫിഷേഴ്സിനാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതോടെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ വൈറ്റൽ ഇൻഫർമേഷൻസൊക്കെ അവരുടെ കയ്യിലാവും. ഓക്കെ. പിന്നെ വേറെ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, എന്തെങ്കിലും ഗൂഗിൾ ഫോം പോലത്തെ ഫോംസൊക്കെ കാണും. അത് നമ്മൾ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ട്, ഒന്നുകിൽ എന്തെങ്കിലും പദ്ധതിയിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടെന്ന് പറയും, അല്ലെങ്കിൽ ഇത് ഫില്ല് ചെയ്ത് കൊടുത്താൽ എന്തെങ്കിലും പ്രൈസ് കിട്ടും എന്ന് പറയും, അല്ലെങ്കിൽ നമ്മളെക്കൊണ്ട് ഒരു ക്വിസ് അവർ ജയിപ്പിക്കും. സിമ്പിളായിട്ടുള്ള എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിച്ച് നമ്മളെക്കൊണ്ട് അത് നമ്മൾ ജയിക്കും. അപ്പോൾ അതിൻ്റെ പ്രൈസ് സെൻഡ് ചെയ്ത് തരാൻ വേണ്ടിയിട്ട് ഡീറ്റെയിൽസ് വേണം, ബാങ്ക് അക്കൗണ്ട് നമ്പർ, IFSC കോഡ്, അങ്ങനത്തെ ഡീറ്റെയിൽസ് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഡീറ്റെയിൽസ് ചോദിക്കും. അങ്ങനെ പല രീതിയിൽ പറ്റിച്ചുകൊണ്ട് എന്ത് ചെയ്യും, ഓൺലൈനായിട്ട് ഈ വൈറ്റൽ ഇൻഫർമേഷൻസൊക്കെ തട്ടിയെടുക്കുന്ന കുറ്റകൃത്യമാണ് ഫിഷിംഗ്. ഈ ഫിഷിംഗ് ചെയ്യുന്നവരെ ഫിഷേഴ്സ് എന്ന് പറയാം. ഈ ഫിഷിംഗ് 3 തരത്തിലുണ്ട്: വെബ് ജാക്കിംഗ്, സ്മിഷിംഗ്, വിഷിംഗ്. അതായത് ഒരു ഫേമസ് വെബ്സൈറ്റിനെ പോലെ ഡ്യൂപ്ലിക്കേറ്റ് വെബ്സൈറ്റ് നിർമ്മിച്ച ശേഷം അതിൻ്റെ ലിങ്ക് യൂസറിന് അയച്ച് അവരെ അതിലേക്ക് ആകർഷിപ്പിച്ച് വൈറ്റൽ ഇൻഫർമേഷൻസ് തട്ടിയെടുക്കുന്നതാണ് വെബ് ജാക്കിംഗ്. അതായത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമുക്കറിയാം RRBക്ക് ഒരു വെബ്സൈറ്റ് ഉണ്ട്. ഇനി ഫിഷേഴ്സ് കള്ള വെബ്സൈറ്റ് ഉണ്ടാക്കും. RRB അത് കണ്ടാൽ ഓപ്പൺ ചെയ്ത് നോക്കിയാൽ RRBയുടെ ഒറിജിനൽ വെബ്സൈറ്റ് പോലെ ആയിരിക്കും, പക്ഷേ അത് ഒറിജിനൽ അല്ല. അപ്പോൾ ഒരു കള്ള വെബ്സൈറ്റ് ഉണ്ടാക്കിയിട്ട് ഒരു നോട്ടിഫിക്കേഷൻ ഇടും. നമുക്കറിയാം RRB അപ്ലൈ ചെയ്യുമ്പോൾ ലാസ്റ്റ് ഫീസ് അടയ്ക്കണം. അപ്പോൾ നമ്മൾ ഫീസ് അടച്ച് കഴിഞ്ഞാൽ അത് ആർക്കായിരിക്കാം പോകുന്നത്? ആ കള്ള വെബ്സൈറ്റിൻ്റെ ഓണറിനായിരിക്കും പോകുന്നത്, ആ വെബ്സൈറ്റ് ഉണ്ടാക്കിയ ആൾക്കായിരിക്കും പോകുന്നത്. അപ്പോൾ അതൊക്കെയാണ് വെബ് ജാക്കിംഗ്. ഒരു ഫേമസ് വെബ്സൈറ്റിനെ പോലെ ഡ്യൂപ്ലിക്കേറ്റ് വെബ്സൈറ്റ് നിർമ്മിച്ച ശേഷം അതിൻ്റെ ലിങ്ക് യൂസറിന് അയച്ച് അവരെ അതിലേക്ക് ആകർഷിപ്പിച്ച് വൈറ്റൽ ഇൻഫർമേഷൻസ് തട്ടിയെടുക്കും. ഓക്കെ. അപ്പോൾ നമ്മൾ സെൻഡ് ചെയ്യുന്ന രീതിക്ക് ഞാൻ പറഞ്ഞു, RRBയുടെ ഒരു കള്ള നോട്ടിഫിക്കേഷൻ അവരിടും. കള്ള വെബ്സൈറ്റ് ഉണ്ടാക്കി കള്ള നോട്ടിഫിക്കേഷൻ ഇട്ട് നമ്മൾ നമ്മുടെ ഡീറ്റെയിൽസൊക്കെ കൊടുക്കും. അപ്പോൾ ഈ ഡീറ്റെയിൽസൊക്കെ ആരുടെ കയ്യിൽ പോവും? ആ ഫിഷേഴ്സിൻ്റെ കയ്യിൽ പോവും. സ്മിഷിംഗ് എന്ന് പറഞ്ഞാൽ SMS വഴി പേഴ്സണൽ ഇൻഫർമേഷനും OTPയും തട്ടിയെടുക്കുന്ന കുറ്റകൃത്യമാണ് സ്മിഷിംഗ്. അതായത് SMS പ്ലസ് ഫിഷിംഗ് ആണ് സ്മിഷിംഗ്. വോയിസ് പ്ലസ് ഫിഷിംഗ് ആണ് വിഷിംഗ്. അതായത് വോയിസ് കോൾ വഴി OTP പേഴ്സണൽ ഡീറ്റെയിൽസ് തട്ടിയെടുക്കുന്നതാണ് വിഷിംഗ്. ഓക്കെ.